ഉറുത്തിട്ടല്ലോ ഈ മന്ന സാളിലെല്ലാം ഉറുത്തുന്ന ഉറുത്തു കേട്ടെങ്കിൽ ജ്യൂസ് കുടിച്ചെന്ന് ചൊല്ലണ്ട തണ്ണി കുടിച്ച ചൊല്ലു കേട്ടെങ്കിൽ ആര് ഒരു പാതി അര ഗ്ലാസ് ജ്യൂസ് ഈ സമ്മതിന് കൊടുത്തെങ്കിൽ ആർട്ട് ഫെയിലാവാ കൊടുക്കലേ നിങ്ങളോ നിങ്ങൾ നല്ല പെണ്ണിങ് അള്ളാഹു ബർക്കത്താക്കട്ടെ കൊടുക്കല 20 ചില ആളുകൾ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമിറങ്ങുന്നുണ്ട്. മലക്കാണ് അവർക്ക് അള്ളാഹുവിനോട് മലക്കുകളാണ് അള്ളാഹുവോട് ദുആ ചെയ്തത്. അല്ലാ ഇതുപോലെ കഞ്ചൂസാക്കുന്ന പെണ്ണിനിക്ക് ഇതുപോലെ കഞ്ചൂസാക്കുന്നവർക്ക് അള്ളാഹുവേ നീ നാശം കൊടുക്കണേ അല്ലാ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് ഇത് പറഞ്ഞത്. ഉസ്താദല്ല സാപ്പ വെച്ചത്. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് സാപ്പ വെച്ച് നിങ്ങൾ ഹലാക്കായിട്ട് പോട്ട് നിങ്ങൾ ഉസ്താദിനെ അപ്പോൾ ഡിസ്മിസ് ഈ റായത്ത് ഒരു ഫംഗ്ഷനുകൾ ബറോത്തീറ എഴുതി വെക്കും. അള്ളാഹുവിന്റെ മലക്കുകളെ ശാപം വെക്കുന്നു. നീ കഞ്ചൂസാക്കിയിട്ട് കൊടുക്കാതിരുന്നിട്ട് എടുത്തു വെച്ചിട്ട് ചില പെണ്ണുങ്ങളെ മംഗലം വിളിക്കാൻ പോയിട്ട് 1/2 ഗಂಟೆ പഞ്ചാതികളുണ്ട്. ഉമ്മ ഉസാറുണ്ടാ ഉമ്മയുടെ മുട്ടുനമ്പല സുമാറുണ്ടാ നിന്റെ മൂത്തോള് ദുബൈയിലെ വന്നിറാല എല്ലാം ലണ്ടനിലാണ് റായത്ത് വന്നിറാണ് മുണ്ടി 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 അവന്റെ തൊണ്ടന്റെ ഫസലെല്ലാം ആറിയിട്ട് മംഗലെല്ലാം വിളിച്ചിട്ട് പോയിട്ട് ഗേറ്റോടെ എത്തുമ്പോ ഇതെല്ലാം നീ ജ്യൂസ് കുടിച്ചിട്ട് പോത്തില്ല നീ സൂക്ഷിച്ചില്ലെന്നാലും മങ്ങിലത്ത് വരില്ല. 1/2 ഗಂಟೆ പഞ്ചാതികാക്കുമ്പോ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. ലണ്ടന്റെയും ദുബൈന്റെയും ചൈനാന്റെയും വിഷയം പറഞ്ഞല്ലാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. പോയിട്ട് ഗേറ്റിലേക്ക് എത്തിയ പിന്നെ വേണ്ടപ്പാ വേണ്ട കഞ്ഞല് പോ. ഈ രൂപത്തിലാണോ കയറി വന്നവർക്ക് കുടുംബത്തിൽപ്പെട്ടവർക്ക് അതിഥികൾക്ക് മര്യാദയായി കുടിക്കാൻ കൊടുക്കുക, നല്ലത് കുടിക്കാൻ കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കി എന്നൊക്കെ പാട്ട് പാടിയത് കൊണ്ടായില്ല, പാട്ട് കേട്ടത് കൊണ്ടായില്ല. വരുന്നവർക്ക് കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്. കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് കിണറ്റിലെ വെള്ളമാണ്. കിണർ വീട്ടിൽ ബറക്കത്താണ്. വീട്ടില് കിണറുണ്ടെങ്കിൽ കിണർ തന്നെ കിണർ നല്ല കിണർന്നായിട്ടിരിക്കല്ല ഡൗട്ടുണ്ട്. കിണത്തിന്റെ വെള്ളമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളത്തിലേക്ക് സംസം കിണറുമായി ബന്ധമുണ്ട്. രാവിലെ സുബ്ഹിക്കുള്ള കിണറ്റിന്റെ വെള്ളത്തിൽ കുളിച്ചാൽ ആശ്വാസമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല. ആ വെള്ളം അതുപോലെ എടുത്തു കുടിച്ചാൽ ആരോഗ്യത്തിന് വല്ലാത്ത അസറാണ്. രാവിലത്തെ വെള്ളം കോരണം. ഈ സിഹിർ ബാത്തിലാക്കുന്നല്ലേ പറഞ്ഞിട്ടില്ലേ? സുബൈക്ക് ഏത് കിണറ്റിന്റെ വെള്ളം വേണം, തണ്ണി വേണമെന്നല്ലേ അല്ലേ? ഇവിടില്ലേ അല്ലേ? പണ്ടത്തോറിലെ കേട്ടിട്ടില്ലേ സുബൈക്ക് ഏത് കിണറ്റിന്റെ തണ്ണി വേണമെന്നല്ല? അറിയാലോ ഊട്ടോർ മാട്ട ഇസ്മു മന്ത്രം ആക്കുന്നില്ല. അള്ളാഹു നീ സലാമത്താക്കണേ അല്ലാ. പിന്നെ രാവിലെ കിണറ്റിന്റെ വെള്ളം അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല. മൺപാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ വെക്കേണ്ടത്. ചൂടാക്കിയ വെള്ളം പൈപ്പ് ലൈനിന്റെ വെള്ളമാണെങ്കിൽ കുഴൽ കിണറിന്റെ ബോറിന്റെ വെള്ളമാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് മൺപാത്രത്തിൽ കൂട്ടിവെച്ചാൽ മണ്ണ് പോയിസൺ വലിച്ചെടുക്കാൻ, വിഷം ഫുഡിലുള്ള വിഷം വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് മൺപാത്രങ്ങൾക്ക്. അതാണ് മണ്ണിന്റെ പാത്രത്തിൽ മീൻകറി വെക്കാനും മൺപാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കാനും. ഇന്ന് ചില ഹോട്ടലിലൊക്കെ കാണാം മൺപാത്രം. അതിന്റെ സീക്രട്ട് അന്വേഷിച്ച് നോക്കുമ്പോ ഒരാൾ പറഞ്ഞു വലിയ അണ്ടയിൽ ബിരിയാണി ആക്കിയിട്ട് ആൾമാർക്ക് വിളമ്പിട്ട് കൊടുക്കുക മാത്രം. മണ്ണിന്റെ ചട്ടിയിൽ ഡോങ്കി കണ്ട ഉള്ളിൽ ബിരിയാണി ആക്കുന്ന വലിയ കിജുനണ്ട് ഇതാക്കിയിട്ട് ആൾമാർ ബർമ്മത്തുവോ ഇതിന് ചെറിയ ചെറിയ മണ്ണിയുടെ പാത്രമാക്കിയിട്ട് മുച്ചിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് മണ്ണിയുടെ പാത്ര ഒക്കെ ഡോങ്കിയാണ് അല്ലേ? അല്ലാഹു നീ ഖൈർ നൽകണേ അല്ലാ. ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, മക്കൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം. പെൺമക്കളൊക്കെ ഇന്ന് ചെറിയ ചെറിയ മക്കൾ ചിക്ക, അവർക്ക് ചിക്ക അല്ലാതെ ഒരു സുഡ്ഗാടും വേണ്ട. ഈ ചിക്കനല്ലാതെ അവർക്കൊന്നും വേണ്ട. ഗർഭപാത്രത്തിന് പോലും രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഇഞ്ചക്ഷനുകൾ അടിച്ചു വരുന്ന ചിക്കനുകൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ആരെങ്കിലും കോഴി കച്ചവടക്കാർ എന്നോട് ആരും സങ്കടപ്പെടരുത്, കുറച്ച് കുറക്കുന്നത് നല്ലതാണ്. യുവതികളായ പെൺകുട്ടികള് ടിക്ക തിന്നുന്നതും അൽഫാബ് തിന്നുന്നതോ അതുപോലെ ഷവർമയും എപ്പോഴെങ്കിലും ഒരിക്കലാകാം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആകാം. അതെപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ മെൻസസ് പ്രോബ്ലംസുകൾ, ഒരുപാട് വയറ്റിന്റെ അസ്വസ്ഥതകൾ, മാസക്കുളിയുടെ പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഗർഭപാത്രത്തിന്റെ കഴിവ്, അതിന്റെ കപ്പാസിറ്റി കുറയുമെന്നല്ലേ മുഅ്മിനീങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
കൊടുക്കുകയാണ്. ഏതുമാകട്ടെ, ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, നല്ലത് കുടിക്കാൻ കൊടുക്കണം. എന്തെങ്കിലും ബാക്കിയായത് അജുമ്മത്തിൽ നെയ്ച്ചോറുണ്ട്, അതർട്ട നെയ്ച്ചോറുണ്ട്, നിങ്ങ തിന്നറാറാ എപ്പത്തത് കഴിഞ്ഞ തിങ്കളാക്കിയിട്ട് ഒഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കിയപ്പോ, ഫിഷ് കറി ഉണ്ടാക്കിയപ്പോ, ബീഫിന്റെ ചില്ലി ഉണ്ടാക്കിയപ്പോ ചൂടാ വീട്ടു പരിസരത്തുള്ളവരിലേക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരൽപ്പം വിശാലത ചെയ്യണമെന്ന്. കറി ഉണ്ടാക്കുമ്പോ വെള്ളം കൂടുതലാക്കിയിട്ട് അയൽവാസികളെ പരിഗണിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അർറജുലു ഫീ ളില്ലി സദഖതിഹി, ആ ഓരോ ആളുകളും നാളെ മഹ്ശറയുടെ മുറ്റത്തെത്തുമ്പോ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ആളുകൾക്കുള്ള തണൽ അർറജുലു ഫീ ളില്ലി സദഖതിഹി. ആ മനുഷ്യൻ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, ധാരാളം ഭക്ഷണം കൊടുത്തവർ, ധാരാളം സദഖ ചെയ്തവർ, ധാരാളം സദഖ നന്മകൾ ചെയ്തവർ, അവർ കൊടുത്ത ഭക്ഷണമില്ലേ, അവർ കൊടുത്ത ഡ്രസ്സില്ലേ, അവർ കൊടുത്ത ഫുഡില്ലേ, അവർ കൊടുത്ത പണമില്ലേ, അവർ കൊടുത്ത മാലയില്ലേ, ചൈനില്ലേ, ഇതിന്റെ തണലിലാണ് ഇത് നാളെ മഹ്ശറയിൽ അവർക്ക് തണലായി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കിട്ടാ സ്വർഗത്തിൽ പോകാൻ സദഖ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ് ഹദീസ്? ഉംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ, ധാരാളം ചെലവഴിച്ചോ, അള്ളാന്റെ വഴിയിൽ ധാരാളം ചെലവഴിച്ചോ. ചെലവഴിച്ചാൽ നിനക്ക് കിട്ടുന്നത്, നിനക്ക് കിട്ടാൻ പോകുന്നത് അംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ. അങ്ങനെ ചെലവഴിച്ചാൽ നിനക്ക് അല്ലാഹു ചെലവഴിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു ചെലവഴിക്കുന്നു. ആരാണോ ചെലവഴിക്കുന്നവർ, ആരാണോ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ചെലവഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതല്ലാതെ റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു നിനക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ധാരാളം ചെലവഴിക്കണം. ഒരാളും കൊടുത്തിട്ട് കുറഞ്ഞു പോയിട്ടില്ല. ഒരാളും സദഖ ചെയ്തിട്ട് അവരുടെ സമ്പത്തിൽ കുറവ് വന്നിട്ടില്ല, അവരുടെ അനുഗ്രഹത്തിൽ കുറവ് വന്നിട്ടില്ല, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി വമാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് ഒരാളും മോശമായിട്ടില്ല. അല്ലാഹു ഇസ്സത്തല്ലാതെ കൊടുത്തിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിക്കുകയാ, അല്ല സ്വഹാബ, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആയിക്കൂടെ? അബൂ ലംലമിനെ പോലെ നിങ്ങൾക്കാവാൻ പറ്റൂലേ? സ്വഹാബത്ത് ചോദിക്കുകയായ റസൂലല്ലാഹ്, ആരാണ് അബൂ ലംലം? ആരാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂ ലംലം കഴിഞ്ഞ കാലഘട്ടത്ത് ജീവിച്ചു പോയ ഒരു മഹാനാണ്. ഈ അബൂ ലംലം രാവിലെ വന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറി, കല്ലിൻ മുകളിൽ കയറി നാട്ടുകാരോട് വിളിച്ചു പറയുകയാ, എന്റെ അഭിമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാ. എന്നെ എന്തും പറയാം, എന്നെ കുറ്റം പറയാം, എന്നെ ഗീബത്ത് പറയാം, ചാടി പറയാം, ഫസാദ് പറയാം, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് അബൂ ലംലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുക. ചെറിയ ചെറിയ കടമൊക്കെ ബാക്കിയുള്ളത് പൊരുത്തപ്പെട്ടു കൊടുക്കുക, സാരല്ല, മാപ്പാക്കി കൊടുക്കുക. അല്ലേ?
കടം ചില ആള് കടം വാങ്ങുന്നതന്നെ നിയത്താക്കിയിട്ടേ വാങ്ങുന്നത്. എങ്ങനെ കൊടുക്കാനില്ലാന്ന് നിയത്താക്കിയിട്ട് വാങ്ങുന്ന ചില ആളുകളല്ല. കടം കൊടുക്കൽ നല്ലതാണ്, പുണ്യമാണ്. 1 ലക്ഷം റുപ്യ കടം കൊടുത്ത 50,000 റുപ്യ സദക്ക കൊടുത്ത കൂലിയുണ്ട്. നല്ല പക്ഷെ കുറച്ച് ജാഗ്രത ആക്കിയിട്ട് കൊടുക്കും. പൊരുത്തപ്പെട്ടിട്ടേ കൊടുക്കുന്നത് നല്ല. തിരിച്ച് കേൾക്കാൻ പോകുമ്പോ സിംഹം പോലാക്കും തിന്നം തണ്ട് റായ വിട്ടിരുമ്പോ നിന്റെ 50 വെക്കുന്നവർക്ക് വിഷയമല്ല. ഇപ്പൊ അരഗണ്ടൽ വേണമെങ്കിൽ തന്റെ അരഗണ്ടല ഒരു നാളാക്കി തരുന്നില്ല. നിന്റെ 50,000 നക്കവിടെ 7 5 ഓണോ ഫോൺ 5 ലാക്കുണ്ട്. അവിടെ ഇൻവെസ്റ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. നിന്റെ 50,000 നീ പോണ്ടല്ലോ ഇത്രയല്ലേ ഉണ്ട്. ഓണ്ട് 50,000 കൊടുത്തെങ്കിൽ ഇല്ല എന്തില്ല സീറോ അല്ലെ. സീറോ ട്രാഫിക് എന്നല്ലേ പോലെ എല്ലാവരും ഇങ്ങനെ സീറോ ഓടിക്കൊണ്ടുള്ള റൗണ്ട് അടിച്ചോണ്ടുള്ള സീറോ എന്തില്ല. ആരെങ്കിലും ഇല്ല. ജാഗ്രത ആക്കി കടല കേട്ടെങ്കിൽ കുറച്ച് ജാഗ്രത ആക്കി ബംഗാറെല്ലാം കേട്ടെങ്കിൽ പെണ്ണിങ്ങ തെല്ല് ജാഗ്രത ആക്കി കൊടുത്തെങ്കിൽ കട കൊടുക്കുമ്പോ 1 ഗ്രാമേ കൊടുത്തെങ്കിൽ പോയെങ്കിൽ പോട്ടെ 1000 റുപ്യ വേറെ കിട്ടും. ബംഗാറ് കൊടുത്തിട്ട് റിട്ടേൺ ബാങ്കിൽ വെച്ചിട്ട് 4 ടർണറാക്കി കിട്ടിയും കിട്ടി പോയെങ്കിൽ പോയി. പണ്ടത്തെ പോലെയല്ല കട എടുക്കുന്ന. ഇപ്പൊ നന്റെ പെഞ്ഞേക്കൊരു മങ്ങിലത്തെ പോണ്ട് ഫാമിലി ഒർക്കത്ത് ബംഗാർ തണ്ടര എന്തെങ്കിലും കൊണ്ടിട്ട് ബാങ്കിൽ വെച്ചിട്ട് ടർണറാക്കുന്ന പേര് 14 തണ്ട. അതൊരു ബിരുന്നുണ്ട്. ബിരുന്നായാലും പിന്നെ തണ്ട ഏത് ബിരുന്ന് ഇത് ബാങ്കിലുണ്ട് ബംഗാർ. ജാഗ്രത ആക്കി പെണ്ണിങ്ങല്ല കൊടുക്കും. 1 ഗ്രാമേ കൊടുക്കും. ബംഗാർ തണ്ടല്ലേ പറയും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല തണ്ടല്ലേ ഇല്ലാന്ന് പറയണ്ട. ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടിട്ട് വെക്കും. പ്രശ്നമല്ല. ഇല്ലെങ്കിൽ മദ്രസല്ല ആയിക്കോണ്ട് ചെറിയ ചെറിയ ഐറ്റം സതക്ക കൊടുക്കും. എന്ത് പ്രശ്നമില്ല. ഒരു പ്രോബ്ലം ഇല്ല. ഒരു പെണ്ണ് ഉസ്താദ്മാർ വയലിലെല്ലാം കേട്ട് ഓരോ പരക്കാർ എന്തെങ്കിലും പൊന്നിന്റെ ഓരോ പൂള് തരണം എന്നൊരു ഉസ്താദ് പറഞ്ഞു. മദ്രസ കിട്ടുമ്പോ നാട്ടിൽ ഓരോ പൂള് എന്താ ഇന്നത് അങ്ങനെ ഒരു ഔത്ത് പോയപ്പോ ഒരൈമ 1000 റുപ്യ കൊടുത്തിട്ട് ഉസ്താദ് നമുക്ക് ബംഗാർ തുറക്കുമ്പോ ആയിരുന്ന ആശയമാണ്. എന്താണ് ചാര കടിച്ചെങ്കിൽ തോത്തുക. എന്താണ് പാമ്പ് കടിച്ചെങ്ക ബംഗാർ തോത്തുന്ന ചാര കടിച്ചെങ്ക പാമ്പ് കടിച്ചെങ്ക വെള്ള കടിച്ചെങ്ക പഠിച്ചോനെ ഇവിടെ വെള്ള പാമ്പ് ചാരം ഇല്ലമ്മ ഉണ്ടല്ലേ. വെള്ള കടിച്ചെങ്കല്ലേ വെള്ള കടിച്ചിട്ട് കൊടുത്തവർക്ക് ഭാര്യ നല്ല മനസ്സന്മാർ നിങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. വെള്ളയും കടിക്കണ്ട പാമ്പും കടിക്കണ്ട. അള്ളാഹു സലാമത്താക്കട്ടെ. പാമ്പ് പണ്ടത്തോർ പറയില്ല വെള്ള കടിച്ചെങ്ങത്തേക്കുന്ന ബംഗാർ. അതിന് സമയത്ത് ഒരു പൂളില്ല ഉസ്താദെ ഉണ്ടായെങ്കിൽ തട്ടി ഞങ്ങൾക്ക് ഭാര്യ നല്ല ആശയുണ്ട്. എല്ലാവരും തന്നിന് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ബേജാറാണ്. പഠിച്ചോന്റെ കളി നോക്കും. 2 മാസം കഴിയുമ്പോ ഈ പെണ്ണിങ്ങ ഉസ്താദിന് ജമാഅത്തുകാർ ഒരു കത്ത് 4 പൗണ്ട് മാല മിസ്സായി. ഉസ്താദ് നേർച്ച വെച്ചില്ല പള്ളി കിട്ടിയെങ്കിൽ അതിന് ഒരു പൂള് അതിന്റെ മണിയാ കായ് തായ അതിന് കായ് പള്ളി കൊടുക്കും നേർച്ചാക്കി. എന്തിന് പള്ളി മദ്രസക്ക് ഒരു പൂള് ആ കായ അന്നേ കൊടുത്തിരെങ്കിൽ മാല പൂളലാന്ന് അന്ന് ചൊല്ലി എന്തില്ല ഉസ്താദ് വെള്ള കടിച്ചെങ്കിൽ തേക്കോകില്ല 1000 റുപ്യ പിടിക്കറൂ. പിന്നെ 4 പൗണ്ട മാല എവിടുന്ന് വന്നത് ഇങ്ങനത്തെ ഡോങ് ഇല്ലാനെ ഉസ്താദ്മാരാ ലാജർ എങ്ങനെ ഉണ്ട് എന്തുസ്താദ് എന്ത് പ്രയോജനമില്ല. ഈ വർഷം എന്ത് പ്രയോജനമില്ല ഉസ്താദ്. പെരുന്നാൾ കഴിഞ്ഞ വർഷം തൊന്തരില്ല. ഈ വർഷം എന്തില്ല ആരുടെ എന്തില്ല ഉസ്താദ് പൈസ എന്തില്ല എന്തില്ല. ഇത് എപ്പോഴും ഒരേ പാട്ട് കേട്ട് കേട്ട് ആദത്തായി പള്ളിയിൽ നിൽക്കുമ്പോ ഇവിടെ നല്ല മനസ്സന്മാർ അല്ല വലിയ പള്ളി വലിയ ദർഗ അള്ളാഹു ബർക്കത്താക്കട്ടെ. വലിയ മദ്രസ അള്ളാഹു നമ്മളെ ഖത്തീബ് ഉസ്താദ് നമ്മളെ പരിചയക്കാൻ അള്ളാഹുവിന് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഉസ്താദ് ഇടലെന്നാണ്. അള്ളാഹുവിന് ബർക്കത്താക്കണേ റഹ്മാനെ. പള്ളിയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ ബെറുഭാവത്തെങ്ങ ജമാഅത്തിറങ്ങി എന്ത് എത്ര പാവ ഉസ്താദ്മാർ ചെല്ലുന്ന കൊണ്ട് ഇവിടെ എന്തില്ല ഉസ്താദ് എല്ലാവരും ബീഡി കെട്ടി സോറ ഇവിടെ വേറെ ഇവിടുന്ന് പള്ളി മാത്രമില്ല കെട്ടി നോക്കണ്ട. ഇവിടെ ആയത്തെങ്കിൽ എന്തും ആപതില്ല ഉസ്താദ്. നിങ്ങൾക്ക് എല്ലാം ചേഷ്ടാക്കും. നിങ്ങൾ നിന്റെ ഒരു 6 തിങ്കളായാലും നിങ്ങൾക്ക് വേണേ പിന്നെ ശമ്പളം കൂട്ടാം പിന്നെ വേണേ കൂട്ടാം. ഇപ്പൊ എന്തില്ല ഭാര്യ കഷ്ടത്തിൽ 4 പൊണ്ണമി ഭാര്യ കഷ്ടത്തിൽ എന്നെ നോക്ക. നിങ്ങൾ നിക്കറു നോക്ക ഉസ്താദ്. നിങ്ങൾ നങ്ങുണ്ടല്ലോ എന്ത് പിടിക്കുന്നു നിങ്ങൾ നിക്കറു ഊടെ ഊടെ നിന്റെ ഉസ്താദ്മാർ 6 സ്വത്തിക്കില്ല. അല്ല 6 സ്വത്തിക്കില്ല ഇല്ലമ്മ ഊടെ ഊടെ നിന്റെ 6 സ്വത്തിക്കില്ല ഉടുത്തറല്ല എല്ലാരും മാമൂലി എല്ലാരും മാറ്റർ ഇത് ഊടെ വന്ന ഉസ്താദ്മാർ അവ കെട്ടാണ്ട് പോയിട്ടില്ല. ഊടെ വന്ന ഉസ്താദ്മാർ കാർ എടുക്കാണ്ട് പോയിട്ടില്ല. ഊടെ വന്ന ഉസ്താദ് ബൈക്ക് എടുക്കാണ്ട് പോയിട്ടില്ല. ഊടെ വന്ന എല്ലാവരും പെൺമക്കളെ ബാൽവാട്ടിട്ടേ പോയിരുന്നു. അയാളെ ചോര കാറിനി പെൺമക്കളെ ബാൽവാട്ടാൻ ചെല്ലെല്ലാരും ഒരേ മാറ്റർ ഉസ്താദ് കൂടെ നിന്റെ കൂടെ പള്ളി ബർക്കത്തുള്ള പള്ളി നീ നിക്കറു നോക്ക നിക്കറു എന്തോ തന്നരില്ല. നിന്റെ കൊടുക്കുന്നവർ എന്ത് റബില്ല ഒരു ഗിഫ്റ്റ് ഉസ്താദ്മാർക്ക് മുഅല്ലിമീങ്ങൾക്ക്. മുഅല്ലിമീങ്ങൾ ഖത്തീബ് ഉസ്താദിനെ മുക്രിക്ക ഉസ്താദിനെ കുറച്ചൊരു പരിഗണിക്കുന്നു. മുഅല്ലിമീങ്ങൾ ആർക്കും വേണ്ടാത്ത പോലെ ഇസ്സത്ത് കെടുത്തുന്ന അള്ളാഹു ആ ഇസ്സത്ത് കെടുത്തിയോന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുത്തു. മുഅല്ലിമീങ്ങൾ ബഹുമാനിക്കുക. റബില്ല 500 റുപ്യന്റെ പ്ലേറ്റിന്റെ സെറ്റിനെ വില കവറാക്കിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി എൻഗമെന്റ്സ് പ്രസിഡന്റ് ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി 10 ഫോണഞ്ചാൾ ഉദ്ദാക്കിയിട്ട് ഉസ്താദിന് കൊടുക്കുന്നു. എത്ര വാത്സൽ 400 റുപ്യന്റെ പ്ലേറ്റിന്റെ സെറ്റ്. ഇന്നാലില്ലാഹി ഇത് കൊടുക്കി 400 റുപ്യന്റെ കൊടുക്കണ്ടെന്നല്ല റൂമിൽ കൊണ്ടിട്ട് വെക്കോറ്. ഇത് സ്റ്റേജിൽ വെച്ച് ആയിട്ടില്ല നിക്ക് നിക്ക് ഉസ്താദ് പിടിക്കോ 10 ആൾ ഈ അരക്കിലത്തിന്റെ കെട്ട് പിടിക്കുന്ന 10 ആൾ ഉസ്താദ് പാപ്പ ഇത്ര കഷ്ടം വന്നിട്ട് കെട്ട് പിന്നെന്താക്കുന്നത്
മണ്ണ് തിന്നിട്ട് ഫോട്ടോ ചിലപ്പോൾ ചെന്നുണ്ടാവും. ചില ആളല്ല, എല്ലാരല്ല, നല്ല ഉസ്താദ്മാർ പറയല്ല. ചില കൊടുക്കണ്ട കൊടുക്കണം കൊടുക്കണ്ട ഗതിയില്ലേ കൊടുക്കണ്ട. നിങ്ങളോട് എല്ലാവരോടും ലൈവെല്ലാം ഉണ്ട്, എല്ലാവരോടും ബേജാറാക്കി അങ്ങനെ കൊടുക്കാൻ പാടില്ല. റമളാൻ മാസത്തിൽ കിട്ട് റമളാൻ വരാൻ പോകുന്നു, 10 കിലത്തിന്റെ അരി 10 ആള് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്, കിട്ട് കൊടുക്കുന്നത്, കിട്ട് വിതരണേ. അരി 4 ചാക്ക് അരിന്റെ മുന്നിൽ 40 ആൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും അപ്പുറപ്പേ പിന്നെ നണ്ടൊരു ഫോട്ടോ എടുക്കുന്നൊക്കെ സുഹൃത്ത് വന്നിട്ട് സിംഗിൾ ആയിട്ട് ഓൻ കൊടുത്ത പോലെ വാട്സാപ്പിൽ 10 കിലോ അരിനെ പിടിക്കാൻ 10 ആള് 10 കിലോ അരി കിട്ട് കൊടുക്കും. പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, പാവപ്പെട്ടവന്റെ ശാപമാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്നതിനേക്കാളും നല്ല കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തോ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ച് കൊടുത്തത് ഉസ്താദെ നിങ്ങൾക്കുള്ള 400 രൂപയുടെ ഗിഫ്റ്റ് അത് അവിടെ ഉണ്ടോ? ഈ കൊണ്ടുവരുന്ന ബോക്സിന്റെ റേറ്റ് ഉജ്ജുന്ന് ഉസ്താദ്മാർക്ക് പോളം ഓരോ നെറ്റിലടിച്ച് നോക്കുന്നു ഈ പ്ലേറ്റ് സെറ്റ് എത്ര ഉണ്ട്. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ, നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ റസൂലുള്ള പറയുന്നു, ദാവോ നിങ്ങൾ ചികിത്സിക്കണം നിങ്ങളുടെ രോഗത്തിന് സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ രോഗത്തിന് പരിഹാരമുണ്ടാകാൻ, രോഗത്തിന് മരുന്നുണ്ടാകാൻ, രോഗത്തിന് ആശ്വാസമുണ്ടാകാൻ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖകൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു. എങ്ങനെ? കമാ യുത്ഫിഉൽ മാ, വെള്ളം കെടുത്തുന്ന പോലെ, അന്നാറ, തീന വെള്ളം കെടുത്തുന്ന പോലെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായിച്ചു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു സദഖ എന്നുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. ആയിഷ ഉമ്മ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ച കാരക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ഈത്തപ്പഴം വന്ന യാചകർക്ക് കൊടുത്ത് വെറും വെള്ളം കുടിച്ചിട്ട് പിന്നെയും നോമ്പ് നോക്കിയില്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി പ്രവാചക പ്രഭു കൊണ്ടുവന്ന കാരക്ക ഇതുപോലെ ഫാത്തിമ ഉമ്മ 3 ദിവസങ്ങളോളം 3 ദിവസവും കൊടുത്തില്ലേ? സദഖ ചെയ്തില്ലേ? ബാക്കിയുള്ളവരുടെ സന്തോഷമാണ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് പട്ടിണിയിരുന്നിട്ട് ഫാത്തിമ ഉമ്മ കൊടുത്തില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചവർക്ക് ഉടുത്ത തുണി പോലും മാറ്റിക്കൊടുത്തില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്ത് കീറിയ ഒരു കരിമ്പിടമല്ലേ അവസാനം ഉടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോ കീറിയ കരിമ്പിടം പതച്ചുകൊണ്ട് വരുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ല ജിബ്രീലേ എന്തേ കീറിയ വസ്ത്രമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയേ കീറിയ കരിമ്പിടം പുതച്ചതുകൊണ്ട് ആകാശലോകത്ത് സകല മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചു നബിയേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, എല്ലാവരും ഗോതമ്പ് എടുത്തു വെച്ചു. ഗോതമ്പ് എന്നല്ലാരല്ലോ, ഗോതമ്പ് ഗോദീന രണ്ടും പറയുന്നോ? രണ്ടും പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗോതമ്പ് ഗോധി എല്ലാവരും എടുത്തു വെച്ചു. കൊടുത്തില്ല, സീസണിന് കൊടുക്കാം. നീരുള്ളി എടുത്തു വെച്ച പോലെ അല്ലെ? നീരുള്ളിക്ക് വേണ്ടി മനുഷ്യനങ്ങാട് ഇടങ്ങേറാക്കിയില്ലേ? ചെറുപ്പക്കാർ ട്രോൾ എന്തൊക്കെ അടിച്ചില്ലേ? ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നീരുള്ളി കൊടുക്കല്, കല്യാണ എൻഗേജ്മെന്റിന് നീരുള്ളിന്റെ മാല, കല്യാണത്തിന് നീരുള്ളി മഹർ, ഇതൊക്കെ ആക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഉള്ളി. ചെറിയുള്ളിക്ക് എന്താ പറയലേ? ചെറിയുള്ളി, നീരുള്ളി ചെറുതില്ലേ?
പഠിച്ചോരെ ചെറിയ നീരുള്ളിയുടെ ചെറിയ സൈസ് ചെറുതല്ല, ചെറിയ ഒറിജിനൽ, അത് ചെറുതന്നെ, ചെറിയ സൈസിൽ നീരുള്ളി എന്നല്ലേ, അല്ല കാരം കൂടുതലുള്ളത്. അതാണ് ശരിക്കുള്ള ഒരുപാട് ഷിഫ ഉള്ള ഒന്നാണ് ഈ നീരുള്ളി. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് പോകുന്ന ഉംറക്കൊക്കെ പോകുന്ന ആൾ അവിടെ എത്തിയിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം എത്തിയ പാട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളിയും പരിഹാരമാണ്. ഇനി പാരങ്ങൾ ചൈനക്കല്ല പോകുന്ന 2 നീരുള്ളി എല്ലാം പിടിച്ചോളി അല്ലേ, ചൈന അങ്ങനെയാണ്. ഏത് നാട്ടിലേക്ക് പുതിയ നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ, ബാംഗ്ലൂർ പോവാണ്, മൈസൂർ പോവാണ്, ഗോവയിലേക്ക് പോവാണ്, എവിടെ പോയി എത്തിയ പാടെ നീരുള്ളി ലീലാഫി ഖുറൈശി നോദിയിട്ട് നീരുള്ളി, അതായത് വലിയ ഉള്ളി, അത് സവാള, നീരുള്ളി ആകുന്ന ചെറിയ ഉള്ളി, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നീരുള്ളി ആകും, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുതാ. അതും കൂടി തിന്നാൽ യാതൊരുവിധ ക്ലൈമറ്റുകളുടെ ചേഞ്ച് ആയതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് തടുക്കുന്നതാണ് ലീലാഫി ഓതുക. ഭക്ഷണ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കാൻ ഭക്ഷണം കഴിച്ച് ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഓതി ദുആ ചെയ്താൽ ഫുഡ് പോയ്സൺ ചില ഫംഗ്ഷനൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നല്ലേ, ഇതൊക്കെ തിന്നുമ്പോൾ ലീലാഫിയൊക്കെ ഓതുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പോയ പോക്ക് കാണൂല, ചിലപ്പോ 2 ദിവസക്കാലം പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം ഈ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും കലക്കിയിട്ടിട്ട് എന്തെങ്കിലും ജെട്ട് ചെയ്ത് കേക്ക് എന്ന് പറഞ്ഞിട്ട് അതല്ല മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലേ. ഒരു സ്ഥലത്ത് ഒരാൾ റമളാൻ മാസത്തിൽ ഒരു കടലാസ് പൂൾ എടുത്തോണ്ട് ടൗണിൽ അപ്പുറവായിരുന്നു. ഞാൻ അയാളോട് കേട്ട പള്ളി വേണ്ട നോമ്പ് തുറക്കാൻ ടൈമായി, ക്ലാസ് കഴിഞ്ഞിട്ട് പോന്നെ. അപ്പൊ ഇല്ലുസ്താദ് എന്ത് കൊന്തില്ല ഉസ്താദ് ഒരു എഴുതി തന്നല്ലോ, ഇത് എവിടെ പോയാൽ കിട്ടില്ല. ഞാൻ കിട്ടി എവിടെ കിട്ടാന്ന് മറന്ന മെഡിക്കൽ അല്ല ഉസ്താദ്, ഇത് എന്തൊരു സാമാണ് ജീൻസ് ഇല്ല, ജീൻസ് എവിടെ ഇല്ല. ഞാൻ ചെല്ലി എന്തെങ്കിലും ഒരു പൊടി എടുത്തോണ്ട് പോറ് ഏത് അവള് വന്നിട്ടുണ്ട്, ഇത് എവിടെ എഴുതിരട്ടെ, അത് യൂട്യൂബ് നോക്കിട്ട് എഴുതി തന്നൊരു ഉസ്താദ് ഓളൂ. ഈ പാപ്പ മെൻസ പെങ്കൂസ ഓ കടലാസ് എടുത്തോണ്ട് അപ്പറ പോന്നെ. ഞാനങ്ങല്ല പെപ്പർ പൊടിയാ എടുത്തോണ്ട് പൊട്ടി പോ. ഇല്ലത് കിട്ടിയില്ല എന്താക്കുന്നെ, ഇന്നല്ലേ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുന്നത്. അതിട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആവാതിരിക്കുക, ഏതെങ്കിലും ഒരു ഐറ്റം ആവും സെറ്റ് ആകുമ്പോ. ഏതുവാകട്ടെ അങ്ങനെയല്ല, നമ്മൾ ഏത് ഭക്ഷണത്തിന് പോയ്സൺ, ഫുഡ് പോയ്സൺ ഏതും മേശാതിരിക്കാൻ വേണ്ടിയിട്ട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളി ഭക്ഷണത്തിന്റെ കൂടെ പച്ച ഉള്ളി തിന്നുന്നത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. നബി തങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണത്തിന്റെ മുകളിൽ പച്ച ഉള്ളി മുറിച്ചിട്ടപ്പോ റസൂലുള്ള തിന്നില്ല. ആ പാവപ്പെട്ട വീട്ടുകാരിയായ ഉമ്മ ചോദിച്ചു, നബിയേ എന്തേ ഇത്ര കുറച്ച് ഭക്ഷണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉള്ളി മാറ്റിയെടുക്കണം എന്നാ തിന്ന. അങ്ങനെ ഉള്ളിയുടെ ആടെ ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഉള്ളിയുടെ സ്മെല്ല് ജിബ്രീലിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. വായയുടെ വാസന ഉണ്ടെങ്കിൽ മലക്കുകൾ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞത് ഭക്ഷണത്തിനെ കാണും മുമ്പ് ഒരു നാട്ടിലേക്ക് എത്തിയ പാടാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഫ്രൂട്ട്സ് ഒക്കെ തിന്നുമ്പോ ഭക്ഷണത്തിന് മുമ്പ് തിന്നുക. പച്ചങ്കായും കാര്യങ്ങളും ആപ്പിളും മുസുമ്പിയും ദ്രാക്ഷയൊക്കെ തിന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ്. പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗോതമ്പ് ഒളിപ്പിച്ചു വെച്ചെല്ലാരും സീസൺ വരട്ടെ സീസൺ. പക്ഷേ ഒരു മഹാനുഭാവൻ മാത്രം ഉള്ളത്ര ഗോതമ്പ് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. എല്ലാവരും എടുത്തു വെച്ചു സീസൺ വരുമ്പോ കൊടുക്കാന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു അല്ലാഹുവിനെ ഭയമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മാത്രം ഗോതമ്പുകളെല്ലാം വിതരണം ചെയ്തു ചെറിയ പൈസക്ക്. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി കൊടുത്തു. ഗോതമ്പ് തീർത്ത് കളഞ്ഞു. ആ ചാക്ക് മാത്രം അവിടെയുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരുടെയും ഗോതമ്പ് കുത്തം വീണ് നശിച്ചുപോയി. എല്ലാവരുടെയും ഗോതമ്പ് ഹലാക്കായി. എല്ലാവരുടെയും ഗോതമ്പുകൾ നശിച്ചുപോയി. പക്ഷേ ആർക്കും ഗോതമ്പില്ലാത്തപ്പോ ഗോതമ്പ് കൊടുത്ത മഹാനുഭാവന്റെ ചാക്കുകളിൽ അല്ലാഹു തആല നാണയങ്ങളാ നിറച്ചു വെച്ചത്, കോയിൻസുകളാണ് നിറച്ചു വെച്ചത്. പാവപ്പെട്ടവർ വിശന്നിരിക്കുമ്പോ ഗോതമ്പുകൾ അടിച്ചു കൊടുത്ത മഹാനുഭാവന്റെ അവന്റെ ചാക്കിൽ, അവന്റെ ബാഗിൽ പടച്ച റബ്ബ് തആല അല്ലാഹു തആല കൊടുത്തത് എന്താണെന്നറിയോ? ഒരുപാട് കോയിൻസുകളാണ്, ഒരുപാട് നന്മകളാണ്. അല്ലാഹു തആല റബ്ബ് തആല അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണമല്ലാഹ്. മിനിങ്ങളെ
അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു, കൈനീട്ടിയിട്ട് പോവുകയാണ്. കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു, അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്, ഇക്കനൊക്കെ ആയിട്ടും അയാൾ കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹറം 10 നാളാണ്, ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല, ഖാലിയാർ കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, മുഹറം 10 ദിവസം മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? എന്താ കാത് കടിക്കുന്ന കാത് കൈവച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. സൈഡിലേക്ക് ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്ത്യാനിയോട് പറഞ്ഞു, മുഹറം 10 ബറക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട്, ആ ക്രിസ്ത്യാനി ചോദിച്ചു, എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു ഒരു എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞില്ല. രാത്രി കടന്നുറങ്ങി ഖാലിയാർക്ക് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3-ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചോ, അല്ല സഹോദരാ, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം. എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ള പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്ന ഖാലി കൊടുത്തിരുന്നെങ്കിൽ ഖാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഖാലിയാറെ, എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാഹിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ള 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. 3-ാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ.
ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ളാഹി പറയാ, യാ അബാ തൽഹ തഅജ്ജബ റബ്ബുകുമാ മിൻ ഫീലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവുണ്ട്, രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫീലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ, ഐഡിയ നടത്തില്ലേ, സീക്രട്ട് ചർച്ച നടത്തില്ലേ, ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ